നോൺ വെജ് കഴിക്കാത്തവർക്ക് നമുക്ക് പച്ചക്കായ കൊണ്ട് വെജ് പെപ്പർ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ഒരു പച്ചക്കായ തൊലി കളഞ്ഞെടുക്കുക. അതിനുശേഷം അത് ക്യൂബാക്കി കട്ട് ചെയ്യുക. അത് ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക. പച്ചവാഴക്കയുടെ കറ പോകാനാണ് ഇങ്ങനെ ഇട്ട് വെക്കുന്നത്. ഇനി മറ്റൊരു ബൗളിൽ 1/2 കപ്പ് തൈരും അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച പച്ചക്കായ തൈരിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്ത് അരമണിക്കൂർ മാറ്റി വെക്കുക. അരമണിക്കൂർ മാറ്റി വച്ചതിന് ശേഷം തൈര് അതിൽ നിന്നും മാറ്റി മറ്റൊരു ബൗളിൽ 4 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. പിന്നീട് ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. വാഴക്ക ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായി മൊരിച്ചെടുക്കുക. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ഒരു പാത്രത്തിൽ 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 3 പട്ടയും 4 ഗ്രാമ്പുവും 4 ഏലക്കായും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് 2 സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി സോട്ട് ചെയ്യുക. അതിലേക്ക് 2 പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. പിന്നീട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് 2 തക്കാളി അരിഞ്ഞതും ചേർത്ത് നന്നായി സോട്ട് ചെയ്യുക. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായി വീണ്ടും വഴറ്റുക. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ പെപ്പർ പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്യുക. അതിൽ നിന്നും എണ്ണ തെളിയുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കുക. നന്നായി തിളപ്പിക്കുക. ഇനി നമ്മൾ പൊരിച്ച് മാറ്റിവെച്ച പച്ചവാഴക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കുക. 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് മുകളിൽ വിതറി കൊടുക്കുക. ഇനി നമ്മുടെ വെജ് ചിക്കൻ പെപ്പർ റെഡിയായി. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഏതിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. ഒരു തവണയെങ്കിലും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ.